ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പഴം നിറവും അതുപോലെ ഉന്നക്കായൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് വേറൊരു ശൈലിയിലുള്ള പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ 2 എണ്ണേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഒന്ന് ആവി കയറ്റാണ്. ഇനി വെള്ളത്തിലിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല കുക്കറിൽ വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ താഴെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാണ്. പിന്നെ നല്ല പഴുത്ത മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കറുത്ത കുരുവൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഇതിൻ്റെ കറുത്ത കുരു ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കുഴപ്പമില്ല കഴിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാം കേട്ടോ. ഇന്ന നിർബന്ധമൊന്നുമില്ല കളയണം എന്നുള്ളത്. ഞാൻ എന്തായാലും കളയുന്നുണ്ട്. നമ്മളെന്തായാലും ഇത് സ്മാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കറുത്ത കുരു കൂടി കാണുമ്പോഴും അതുപോലെ കഴിക്കുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാനെടുത്ത് കളയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പഴത്തിൻ്റെ കുരു ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നല്ല രീതിയിൽ തന്നെ സ്മാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് നമുക്കിത് സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചൂട്ടോടെ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ ആയിക്കിട്ടും കേട്ടോ. ഇനി ഇതാ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ ചെറുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ്. പിന്നെ ഇതിലേക്ക് ഷുഗർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4-5 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 5 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പഴം കുറച്ച് മധുരം കുറവായിരുന്നു. പിന്നെ ഇതാ 4 ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കായുടെ നല്ല ഫ്ലേവർ വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഇത് ഞാൻ നെയ്യിലൊന്നും വാട്ടിയെടുക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നെയ്യുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ കുഴച്ചെടുത്ത പഴത്തിലോട്ട് നമ്മുടെ തേങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഉരുളയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ തേങ്ങ അധികം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോള് പോലെ നമുക്ക് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തേങ്ങ കുറവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ കുറച്ചുകൂടി ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏലക്കായുടെ ഫ്ലേവർ നന്നായിട്ട് വേണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട്. ഇപ്പം നമുക്കിതാ ഉരുളയാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയുടെ ആവശ്യം ഇല്ല. ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അരിപ്പൊടിയോ മൈദയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു കൂട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1.5 കപ്പോളം മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മൈദയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാറ്ററും മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് ബാറ്ററാക്കിയിട്ട് കലക്കിയെടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കലക്കിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ നല്ല തിക്ക് ബാറ്ററാക്കിയിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും കട്ടി വേണം കേട്ടോ നമുക്ക്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം അളവ് തന്നെയാണ്. അപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ഇതേപോലെ മാവിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോയാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഫ്ലെയിം നമ്മൾ നോക്കണം. അപ്പോൾ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ ഞാൻ എല്ലാ പഴവും അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂട്ടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കട്ടൻ ചായയുടെ കൂടെയും അതുപോലെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ നോമ്പ് തുറക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഇങ്ങനെയാവും ഉള്ളിലുണ്ടാവുക. ശരിക്കും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച പോലെ തന്നെയാണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.